ബൈനറി ട്രീ ട്രാവേഴ്സൽസ് അതല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ചോദിച്ചത്. ഓക്കെ, ബൈനറി ട്രീ ട്രാവേഴ്സൽ 3 ടൈപ്പ് ഉണ്ട്. ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ഉണ്ട്. ഇനി ഇൻ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കറിയാം അല്ലേ, എങ്ങനെയായിരിക്കും ട്രാവേഴ്സൽ നടക്കുക. ആ ഒരു ട്രീ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ലെഫ്റ്റ് സബ് ട്രീനെ മുഴുവൻ ട്രാവേഴ്സ് ചെയ്യും, എന്നിട്ട് റൂട്ടിലെത്തും. പിന്നെ എന്തായിരിക്കും, റൈറ്റ് സബ് ട്രീനെ ട്രാവേഴ്സ് ചെയ്യും. പ്രീ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കിന് ആദ്യം റൂട്ടിനെ നമ്മൾ വിസിറ്റ് ചെയ്യും അല്ലേ, എന്നിട്ട് ലെഫ്റ്റിലുള്ള എല്ലാ നോട്ട്സിനെയും ട്രാവേഴ്സ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സബ് ട്രീയിലുള്ള എല്ലാ നോട്ട്സിനെയും ട്രാവേഴ്സ് ചെയ്യും. ഓക്കെ, പിന്നുള്ളത് പോസ്റ്റ് ഓർഡർ ആണ് അല്ലേ. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ, ആദ്യം ലെഫ്റ്റ് സബ് ട്രീനെ ട്രാവേഴ്സ് ചെയ്യും, പിന്നെ റൈറ്റ് സബ് ട്രീനെ ട്രാവേഴ്സ് ചെയ്യും, അവസാനം ആയിരിക്കും നമ്മൾ റൂട്ടിനോടനെ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ടിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഈ 3 ട്രാവേഴ്സൽസും പറയുന്നത് അല്ലേ. ഇൻ ഓർഡർ ആകുമ്പോൾ റൂട്ട് മിഡിലിൽ വരും, പ്രീ ഓർഡർ ആകുമ്പോൾ റൂട്ട് ആദ്യം വരും, പോസ്റ്റ് ആകുമ്പോഴത്തേക്കിന് റൂട്ട് അവസാനം വരും. ഓക്കെ, ഇനിയും നോക്കിയേ അൽഗോരിതം നോക്കിയേ. ഇൻ ഓർഡർ ട്രാവേഴ്സലിൻ്റെ അൽഗോരിതമാണ്. അപ്പം നമുക്കിവിടെ ഒരു ബൈനറി ട്രീ തന്നിട്ടുണ്ട്, ചെറിയൊരു ബൈനറി ട്രീ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ എങ്ങനെ ട്രാവേഴ്സിൽ എഴുതാൻ പറ്റും? ഇൻ ഓർഡർ ട്രാവേഴ്സിൽ ആദ്യം എന്താ ചെയ്യുന്നത്, ഇൻ ഓർഡർ ആകുമ്പോൾ ലെഫ്റ്റ് വിസിറ്റ് ചെയ്യുക. ആദ്യം ബി അല്ലേ, ഫസ്റ്റ് നോഡ് ബി ആണ്. പിന്നെ റൂട്ടിനെ വിസിറ്റ് ചെയ്യുക എ, പിന്നെ റൈറ്റ് ചൈൽഡാണ് അല്ലേ സി. അപ്പം ബി എ സി എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്, ഞാനത് നോട്ട് ചെയ്ത് പറയാം. അൽഗോരിതം നോക്കിയേ. പി ടി ആർ ഈക്വൽ ടു റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, അതായത് റൂട്ടിലേക്ക് ഒരു പോയിൻ്ററിനെ വെച്ചിട്ടുണ്ട് പി ടി ആർ അല്ലേ. അപ്പം നമ്മൾ ഓരോ നോഡിനെ വിസിറ്റ് ചെയ്യുന്നതനുസരിച്ച് പി ടി ആർ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇന്ന് നോക്കിയാൽ പി ടി ആറിൻ്റെ വാല്യൂ നള്ളല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ ഓർഡർ ഓഫ് പി ടി ആർ ആരോ എൽ സി. പി ടി ആർ എന്ന് പറയുന്നത് നള്ളല്ല എങ്കിൽ, റൂട്ടിനോട് നള്ളല്ല എങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചൈൽഡിനെ വിസിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പി ടി ആർ എവിടെയാണോ ഇരിക്കുന്നത് ആ പി ടി ആറിനെ വിസിറ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ റൈറ്റ് ചൈൽഡിനെ വിസിറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇൻ ഓർഡറിൻ്റെ അൽഗോരിതം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ബൈനറി ട്രീ തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ ഇനിഷ്യലൈസ് ചെയ്തു. എന്തായിരുന്നു, പി ടി ആർ ഈക്വൽ ടു റൂട്ട്. ഇവിടുത്തെ റൂട്ട് എന്താ, എ എന്ന് പറയുന്നതാണ് റൂട്ട് അല്ലേ. അതുകൂട്ട് എയുടെ ലെഫ്റ്റ് ചൈൽഡ് ബി ആണ്. ബിക്ക് വീണ്ടും ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, സി ഉണ്ട് അല്ലേ. അതുകൊണ്ട് ബിക്ക് റൈറ്റ് ചൈൽഡ് ഉണ്ട്, ഡി ഉണ്ട്. അതുകൊണ്ട് മെയിൻ നോഡ് റൂട്ടിൻ്റെ റൈറ്റ് ചൈൽഡ് ഉണ്ട് ഇക്ക് വീണ്ടും ചൈൽഡ് ഉണ്ട് എഫും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം പറയുന്ന കൂട്ട് പി ടി ആർ ഈക്വൽ ടു റൂട്ട് അല്ലേ. അതായത് പി ടി ആറിനെ നമ്മൾ റൂട്ടിലേക്ക് പോയിൻ്റ് ചെയ്ത് വെച്ചു ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, അൽഗോരിതം അനുസരിച്ച് നോക്കുക. പി ടി ആർ നള്ളാണോ, പി ടി ആറിൽ വാല്യൂസ് ഉണ്ട് അല്ലേ, നോഡുണ്ട് അവിടെ അല്ലേ, റൂട്ടിൽ വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ചൈൽഡിനെ വിസിറ്റ് ചെയ്യാൻ പോകും. ഏതാ ലെഫ്റ്റ് ചൈൽഡ്, ബി എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് ചൈൽഡ്. എന്നിട്ട് അവിടെ നോക്കും ആ നോഡ് നള്ളാണോ എന്ന് നോക്കും. അതായത് പി ടി ആർ വീണ്ടും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, ആ നോഡ് നള്ളാണോ, അല്ല അതിന് വാല്യൂ ഉണ്ടല്ലേ, ആണല്ലോ വാല്യൂസ് ഉണ്ട്. സോ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് ട്രാവേഴ്സ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യണം. അങ്ങനെ ലെഫ്റ്റിലെത്തി സി അല്ലേ. ഈ സി എന്ന് പറയുന്ന നോഡ് നള്ളാണോ, അല്ല വാല്യൂസ് ഉണ്ടല്ലേ. അതായത് ഈ നോഡിൽ വാല്യൂ ഉണ്ട്, വാല്യൂ ആണ് നമ്മുടെ സി എന്ന് പറയുന്നത് ആണല്ലോ, അത് നള്ളല്ല. അപ്പം നമ്മൾ എന്തെടുക്കും, വീണ്ടും ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നോഡുണ്ടോ, സിയുടെ ലെഫ്റ്റിലേക്ക് നമ്മൾ പോവാണ്, ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, നോഡൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്തെടുക്കും, പി ടി ആർ എന്ന് പറയുന്ന പോയിൻ്റർ നമ്മൾ റിട്ടേൺ ചെയ്യും അല്ലേ, സിയിൽ തന്നെ ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സീനെ നമ്മൾ പ്രിൻ്റ് ചെയ്യും അല്ലേ. സി പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം എന്തെടുക്കുക, പി ടി ആറിനെ തിരിച്ച് റിട്ടേൺ ചെയ്യും, തൊട്ട് മുകളിലുള്ള നോഡിലേക്ക് റിട്ടേൺ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളുടെ അൽഗോരിതം അനുസരിച്ച് ഇൻ ഓർഡർ ആകുമ്പോഴത്തേക്കിന് ലെഫ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റൂട്ടിലേക്ക് പോകണം. അപ്പം എങ്ങോട്ടേക്കായിരിക്കും പി ടി ആർ പോവുക, തൊട്ട് മുകളിലുള്ള ബി എന്ന് പറയുന്ന നോഡിലേക്ക് പോകും അല്ലേ. അപ്പം പി ടി ആർ എവിടെ എത്തി, ബിയിലെത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബീനെ കൂടെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിനെ വിസിറ്റ് ചെയ്യണം ആണല്ലോ. അപ്പം സി ബി ഡി റൈറ്റ് ചൈൽഡിനെ വിസിറ്റ് ചെയ്തു ആണല്ലോ. റൈറ്റ് ചൈൽഡിനെ വിസിറ്റ് ചെയ്തിട്ട് ഇനി വീണ്ടും എന്താ, പഴയത് കൂട്ട് വീണ്ടും ചെക്ക് ചെയ്യും. ഡിക്ക് ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ടോ എന്ന് നോക്കും. കാര്യം എന്താ, ഡിയുടെ വാല്യൂ നോട്ട് നള്ളാണ് അല്ലേ, നോട്ട് നള്ളാണ്.
അപ്പം അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ടോ എന്ന് നോക്കും. ലെഫ്റ്റും റൈറ്റും ഉണ്ടോ? ഇല്ല. സോ നമ്മുടെ പോയിൻ്റർ വീണ്ടും ഡിയിലേക്ക് റിട്ടേൺ ആവും. ഡി ഓൾറെഡി പ്രിൻ്റ് ആണ്. സോ അവിടുന്ന് വീണ്ടും എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും? ബിയിലേക്ക് റിട്ടേൺ ചെയ്യും. ബിയും ഓൾറെഡി നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളുടെ പോയിൻ്റർ തിരികെ എവിടെ എത്തും? റൂട്ടിനോടിലെത്തും, എയിലെത്തും. അപ്പോൾ നമുക്ക് എ പ്രിൻ്റ് ചെയ്യാം. എ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ലെഫ്റ്റ് എല്ലാം നമ്മൾ ട്രാവേഴ്സ് ചെയ്യും, റൂട്ടിലെത്തി ആണല്ലോ. ഇനി നമ്മൾ റൈറ്റ് ചൈൽഡിലോട്ട് പോകും. ഇൻ ഓർഡർ ഓഫ് PTR ആരോ റൈറ്റ് ചൈൽഡിലെത്തും. ഓക്കെ, റൈറ്റ് ചൈൽഡിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താ നോക്കുന്നത്? ഇവിടെ ഇ ആണ് എയുടെ റൈറ്റ് ചൈൽഡ് വന്നു. എന്നിട്ട് ഇവിടെ നോക്കും PTRൻ്റെ വാല്യൂ നള്ളാണോ? അല്ല അല്ലേ, വാല്യൂ ഉണ്ട്, നോഡിന് വാല്യൂ ഉണ്ട്, ഇ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് വീണ്ടും ട്രാവേഴ്സ് ചെയ്യും. ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എവിടെ എത്തും? എഫിലെത്തും അല്ലേ. എഫിൻ്റെ വാല്യൂ, സോറി എഫ് അല്ല, ഈ നോഡിൻ്റെ വാല്യൂ നള്ളല്ലല്ലോ. അതായത് നോഡ് വാല്യൂ എന്താ? എഫ് ആണല്ലേ. നോഡിൻ്റെ വാല്യൂ എഫ് ആണ്. സോ എന്താ ചെയ്യാം? നമ്മൾ വീണ്ടും എഫിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. പക്ഷെ നമുക്ക് എഫിന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ? ഇല്ല അല്ലേ, എഫിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. സോ നമ്മൾ പോയിൻ്റർ വീണ്ടും എഫിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് എന്തെടുക്കും? റൈറ്റിലേക്ക് വരും. റൈറ്റ് ചൈൽഡ് ഉണ്ടോ എഫിന്? ഇല്ല. സോ വീണ്ടും തിരിച്ച് പോയിൻ്റർ എഫിലേക്ക് തന്നെ റിട്ടേൺ ആവും. അത് ഓൾറെഡി പ്രിൻ്റഡ് ആണ്. എന്നിട്ട് എന്തെടുക്കും? അതിൻ്റെ തൊട്ട് മുകളിലത്തെ നോഡിലേക്ക് പോയിൻ്ററിനെ കൊടുക്കും അല്ലേ, ഇയിലേക്ക് കൊടുക്കും. ഇ എന്ന് പറയുന്നത് എന്താ? റൂട്ടാണ്. ഇനി വീണ്ടും ഇയുടെ റൈറ്റ് ചൈൽഡിലേക്ക് വരും അല്ലേ. റൈറ്റ് ചൈൽഡ് എന്താ? ജി ആണല്ലോ. റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ജി ആണ്. ഇനി ജിയിലെത്തിയിട്ട് വീണ്ടും ചെക്ക് ചെയ്യും, PTR നള്ളാണോ എന്ന് നോക്കും. നള്ളല്ലല്ലോ. സോ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകും. ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ? ഇല്ല. അപ്പം ജിയിലേക്ക് തന്നെ റിട്ടേൺ ആയി. നമ്മൾ എന്തെടുക്കും? ആ റൂട്ടിനോട് പ്രിൻ്റ് ചെയ്യും. ജി എന്ന് പറയുന്ന റൂട്ടിനോട് പ്രിൻ്റ് ആയി. എന്നിട്ടോ അതിൻ്റെ റൈറ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യാൻ നോക്കും. അപ്പോൾ ജിയുടെ റൈറ്റിൽ നോഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നള്ളാണ്. തിരിച്ച് ആ പോയിൻ്റർ ജിയിലേക്ക് റിട്ടേൺ ആവും. ജിയുടെ അവിടുന്ന് ഇയിലേക്ക് റിട്ടേൺ ആവും. യു ഓൾറെഡി പ്രിൻ്റഡ് ആണല്ലേ. അപ്പോൾ സോ നമ്മൾ വീണ്ടും പോയിൻ്ററിനെ നമ്മൾ റൂട്ട് നോഡിലേക്ക് എത്തിക്കും അല്ലേ. റൂട്ട് നോഡും പ്രിൻ്റഡ് ആണ്. ഇത്രയാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി വേണേൽ ഒരു എക്സാമ്പിളൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ. നോക്കി ഒരു നോഡൂടെ കാണിച്ചു തരാം. എ ബി സി then D E and F. Okay,